ഹലോ ഉദ്യോഗാർത്ഥികളെ, PS റേറ്റ് പാത്തിൻ്റെ കോപ്പറേറ്റീവ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. സഹകരണ സൊസൈറ്റികൾക്കുള്ള സർക്കാരിൻ്റെ സഹായങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന നമുക്കറിയാം, സർക്കാരിൻ്റെ മേൽനോട്ടവും സഹായവും യഥേഷ്ടം ലഭിക്കുന്നൊരു സമ്പദ് വ്യവസ്ഥയാണതെന്ന്. ഈ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയോട് ഏറ്റവും സാമ്യവും അടുത്ത് നിൽക്കുന്നൊരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ കോപ്പറേറ്റീവ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അവിടെയും സർക്കാരിൻ്റെ എയ്ഡുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ സർക്കാരിൻ്റെ എയ്ഡുകൾ, സഹായങ്ങൾ കൃത്യമായി ലഭിക്കാനും അത് ഉറപ്പുവരുത്താനും നിയമത്തിൻ്റെ പിൻബലം അത്യാവശ്യമാണ്. ആ ഒരു പിൻബലം കൊടുക്കുന്നതാണ് നമ്മുടെ KCS ആക്ട് 1969 സെക്ഷൻ 42 മുതൽ സെക്ഷൻ 54 വരെയുള്ള സെക്ഷനുകൾ. ഇങ്ങനെയൊരു സെക്ഷൻ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലും ഒരു ഹിസ്റ്ററി ഉണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. 1951 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ന് പറയുന്ന AIRCS എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡായിരുന്നു AD കോർവാല. ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു കമ്മിറ്റി 1954 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിനകത്തുള്ള റെക്കമെൻഡേഷനുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ ഒരു സർക്കാരിൻ്റെ സഹായം വേണമെന്നുള്ളത്. അതിൽ പല റെക്കമെൻഡേഷനുകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. സഹകരണ സംഘങ്ങളിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം ഉണ്ടാകണമെന്നുള്ളത്. ഈ ഒരു യജ്ഞത്തിൽ നമ്മുടെ സർക്കാരും പങ്കാളികളായിട്ടുണ്ട്. KCS ആക്ട് 1969 സെക്ഷൻ 42 മുതൽ 54 വരെയുള്ള സെക്ഷനുകളൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മളും അതിൽ പങ്കാളികളായിട്ടുണ്ട്. ആ ഒരു സെക്ഷൻ 42 മുതൽ 54 വരെയുള്ള സെക്ഷനുകൾ പറയുന്നത് എങ്ങനെയൊക്കെയാണ് അതിൽ ഭാഗമാകുന്നത്, എങ്ങനെയൊക്കെയാണ് സർക്കാരിൻ്റെ സഹായങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കൊടുക്കുന്നുള്ളത് എന്നെല്ലാമാണ് നമ്മളിനി ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. KCS ആക്ട് 1969 ചാപ്റ്റർ 6 42 മുതൽ 54 വരെയുള്ള സെക്ഷനുകൾ പറയുന്നത്, അഥവാ സ്റ്റേറ്റ് എയ്ഡുകളെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഇതിനൊരു റൂള് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്കറിയാം, ഓരോ ചാപ്റ്ററിലും ഓരോ സെക്ഷനുകളും അതിനോടനുബന്ധിച്ച റൂളുകളുമുണ്ട്. ഞാൻ നേരത്തെയൊക്കെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, സെക്ഷനുകൾ, ആക്റ്റുകൾ എന്നൊക്കെ പറയുന്നത് അതിനൊരു സ്കെൽറ്റാണ്, ഒരു അസ്ഥികൂടമാണെങ്കിൽ അതിൻ്റെ ബോഡി ആയിട്ട് വരുന്നത് അതിൻ്റെ റൂളുകളാണ്. ആ ഒരു ആക്റ്റിനെ കുറിച്ച് വിശദമായി പറയുന്നത് റൂളുകളിലൂടെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ വെറും സെക്ഷനുകൾ മാത്രമേ ഉള്ളൂ. സെക്ഷൻ 42 മുതൽ 54 വരെയുള്ള സെക്ഷനുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഒന്നാമത്തെ സെക്ഷൻ നോക്കാം. സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. ഒരു സൊസൈറ്റിയിൽ സർക്കാരിൻ്റെ ഡയറക്റ്റായിട്ടുള്ള പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. എങ്ങനെയാണ് അതിൽ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നത്? അപ്പോൾ സർക്കാർ സഹകരണ സംഘങ്ങളിൽ നിന്ന് നേരിട്ട് ഷെയർ എടുത്തുകൊണ്ട് പങ്കാളിയായിട്ട് ആ ഒരു സൊസൈറ്റിയെ സഹായിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ചിട്ടാണ് സെക്ഷൻ 42 പറയുന്നത്. പക്ഷേ സർക്കാർ ഷെയർ എടുക്കുന്നത് എപ്പോഴും ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റികളുടെ ഷെയറുകൾ മാത്രമായിരിക്കും. എടുക്കുന്നതിനനുസരിച്ച് ബാധ്യത, അല്ലാതെ കംപ്ലീറ്റ് ബാധ്യതയല്ല. നമ്മളെടുത്ത ഷെയറിനനുസരിച്ചുള്ള ബാധ്യത മാത്രം വരുന്ന ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റികളുടെ ഷെയറുകളായിരിക്കും സർക്കാർ നേരിട്ടെടുത്തുകൊണ്ട് സഹായിക്കുന്നത്. മനസ്സിലായല്ലോ? സർക്കാർ സഹകരണ സംഘങ്ങളുടെ ഷെയറുകൾ നേരിട്ടെടുത്തുകൊണ്ട് ആ സൊസൈറ്റിയെ സഹായിക്കുന്ന രീതിയാണ് സെക്ഷൻ 42 എന്ന് പറയുന്നത്. ഇനി സർക്കാർ നേരിട്ട് പോയിട്ട് ഷെയർ എടുത്ത് സഹായിക്കുന്നു എന്ന് കരുതുക, എന്നാൽ മറ്റു ഷെയർ എടുത്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ വലിയൊരു പ്രത്യേകതയൊന്നും സർക്കാരിന് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് സെക്ഷൻ 42 പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയണം. ഇനി സെക്ഷൻ 43 എന്ന് പറയുന്ന രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത് എന്താണ്? ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. അഥവാ സർക്കാർ നേരത്തെ ഡയറക്റ്റായിട്ടാണ് എടുത്തതെങ്കിൽ, നേരിട്ടെടുത്തു എങ്കിൽ, ഇവിടെ മറ്റേ ആളുകളെ വെച്ച് അല്ലെങ്കിൽ മറ്റ് സൊസൈറ്റികളൊക്കെ വെച്ചിട്ട് സർക്കാർ ഒരു സൊസൈറ്റിയുടെ ഷെയർ എടുത്തുകൊണ്ട് അതിനെ സഹായിക്കുന്നുവെങ്കിൽ അതാണ് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അപ്പെക്സ് സൊസൈറ്റിക്ക് കുറച്ച് ഫണ്ട് കൊടുക്കുന്നു. എന്തിന്? സെൻട്രൽ സൊസൈറ്റിയുടെ ഷെയർ എടുക്കാൻ. ഇവിടെ ആരാണ് ഷെയർ എടുക്കുന്നത്? സർക്കാരാണ്. ആരെ വെച്ച്? അപ്പെക്സ് സൊസൈറ്റിയെ വെച്ച്.
അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് വരുന്നില്ലേ? അങ്ങനെയുള്ളതാണ് സെക്ഷൻ 43 പ്രതിപാദിക്കുന്നത്. ഇടയാളന്മാരെ വെച്ച് സർക്കാർ ഷെയർ എടുപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ എടുപ്പിക്കുമ്പോഴും എങ്ങനത്തെ സൊസൈറ്റികളുടെ ഷെയർ ആയിരിക്കും എടുക്കുക? ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റികളുടെ മാത്രം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുക്കുന്നതിനനുസരിച്ച് ബാധ്യതയുള്ള സൊസൈറ്റികളുടെ ഷെയർ മാത്രമായിരിക്കും ഇവിടെയും എടുക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്ഷൻ 42 43 എന്ന് പറയുന്നത്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സെക്ഷൻ 44 ഇനി നോക്കുന്നത്. സെക്ഷൻ 44 45 നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞു വെച്ച 43 വിശദീകരണമാണ് കേട്ടോ. സർക്കാർ നേരിട്ട് ഒരു സൊസൈറ്റിയുടെ ഷെയർ എടുത്ത് സഹായിക്കുക എന്ന് പറയുമ്പോൾ നമുക്കധികം ഡൗട്ട് വരുന്നില്ല. എന്നാൽ ഇൻഡയറക്റ്റായിട്ട്, അതായത് മറ്റുള്ളവരെ കൊണ്ട് അടുപ്പിച്ച് സഹായിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ആ ക്ലാരിഫിക്കേഷനാണ് സെക്ഷൻ 44 45 നമുക്ക് തീർത്തു തരുന്നത്. സെക്ഷൻ 44 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഫണ്ടാണ്. അഥവാ അപ്പെക്സ് സൊസൈറ്റിക്ക് ഗവൺമെൻറ് ഒരു ഫണ്ട് കൊടുക്കുന്നു. നേരിട്ട് ഉപയോഗിക്കാനാണോ, അവർക്കെടുക്കാനാണോ? അല്ല. എന്തിനാണ്? അതിന് കീഴിൽ വരുന്ന സെൻട്രൽ സൊസൈറ്റികളുടെയൊക്കെ ഷെയർ എടുക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ അത് തരുന്നത്. അപ്പോൾ അതാണ് ശരിക്കും പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്നത് പറയുന്നത്. ആ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഈ സെക്ഷനിൽ പറഞ്ഞു തരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ലാഭം എന്താണ്? നേരിട്ട് ഇടപെടുമ്പോഴുള്ള സമയം ഒരുപാട് ആവശ്യമുണ്ട്, അതൊഴിവായി കിട്ടുന്നു. അതുപോലെ തന്നെ സ്ട്രെസ്സുകൾ, ഇത് ഏതിലൊക്കെ നിക്ഷേപിക്കണം, എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ള സ്ട്രെസ്സ് ഇങ്ങനെ ഫണ്ടായിട്ട് കൊടുക്കുന്നതിലൂടെ സ്ട്രെസ് ഒഴിവായി കിട്ടുന്നു. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് 2 രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഡയറക്റ്റ് പർച്ചേസ് ഷെയർസ് ഫ്രം അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഇപ്പോൾ അപ്പെക്സ് സൊസൈറ്റിക്ക് സർക്കാർ നൽകിയിട്ടുള്ള ഈ ഫണ്ട് കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ഡയറക്റ്റായിട്ട് അപ്പെക്സ് സൊസൈറ്റിക്ക് കീഴിൽ വരുന്ന മറ്റ് സൊസൈറ്റികളുടെ ഷെയർ എടുത്തുകൊണ്ട് അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ അത് ചെലവഴിക്കുന്ന രീതി എന്ന് പറയുന്നത്. നമുക്ക് അതൊരു പിക്ചർ സഹായത്തോടെ കൂടി നോക്കാം. ഇപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പെക്സ് സൊസൈറ്റിക്ക് കുറച്ച് ഫണ്ട് കൊടുക്കുന്നു. ഒരു 14,000 രൂപ കൊടുത്തു എന്ന് കരുതുക. അപ്പെക്സ് സൊസൈറ്റി എന്ത് ചെയ്യും? തനിക്ക് കീഴിൽ വരുന്ന മറ്റു ജില്ലാ സൊസൈറ്റികളുടെ ഷെയർ എന്ത് ചെയ്യണം? 1000 രൂപ വെച്ചിട്ട് 14 ജില്ലകളുടെയും ഷെയർ എടുത്തു എന്ന് കൂട്ടുക. അപ്പോൾ 14,000 രൂപയില്ലേ? അപ്പം അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെയും ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റികളുടെ ഷെയർ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. സർക്കാർ തരുന്നതാണ് ലിമിറ്റഡ് ആയിട്ട്, അതായത് എടുക്കുന്നതിനനുസരിച്ച് ബാധ്യത വരുന്ന സൊസൈറ്റികളുടെ ഷെയറേ എടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പെക്സ് സൊസൈറ്റി പ്രൊവൈഡ് മണി ടു സെൻട്രൽ സൊസൈറ്റി ടു പർച്ചേസ് ഷെയർസ് ഫ്രം അതർ സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റി തൻ്റെ കീഴിൽ വരുന്ന സെൻട്രൽ സൊസൈറ്റിക്ക് ഫണ്ടായിട്ട് കൊടുക്കുകയാണ്. എന്തിന്? അവർക്ക് കീഴിൽ വരുന്ന മറ്റു സൊസൈറ്റികളുടെ ഷെയർ എടുക്കാൻ വേണ്ടി, എന്നിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി. അഥവാ അപ്പെക്സ് സൊസൈറ്റി എന്ത് ചെയ്യും? സെൻട്രൽ സൊസൈറ്റിക്ക് ഒരു ഫണ്ടായിട്ട് കൊടുക്കുന്നു. ആ ഫണ്ട് കൊണ്ട് സെൻട്രൽ സൊസൈറ്റി കീഴിൽ വരുന്ന സൊസൈറ്റികളുടെ ഷെയർ എടുക്കാൻ വേണ്ടി പറയുന്നു, എന്നിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി പറയുന്നു. ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്. ഓർക്കുക, അതിനൊരു പിക്ചറായിട്ട് കാണിക്കുന്നുണ്ടോ? പെട്ടെന്ന് മനസ്സിലാക്കാം. ഗവൺമെൻറ് അപ്പെക്സ് സൊസൈറ്റിക്ക് ഫണ്ട് കൊടുത്തു. അതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. അപ്പെക്സ് സൊസൈറ്റി അതെന്ത് സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ശേഷം ആ ഫണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സെൻട്രൽ സൊസൈറ്റി എന്ത് ചെയ്യും? ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് പ്രൈമറി സൊസൈറ്റികളുടെ ഷെയർ വാങ്ങുന്നു. ഇതാണ് രണ്ടാമത്തെ ചെലവഴിക്കുന്ന രീതി എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ വിനിയോഗങ്ങൾ 2 രീതിയിൽ നമ്മൾ പഠിച്ചോ. ഇനി അതിൻ്റെ റീപേയ്മെൻ്റ് ആണ് നോക്കുന്നത്. നമുക്കറിയാം, ഗവൺമെൻറ് അപ്പെക്സ് സൊസൈറ്റിയിൽ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവർ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കുന്നത്. ആ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കൊക്കെ പണം കൊടുക്കുന്നത്, ഷെയർ എടുക്കുന്നത്. ആ ഷെയർ എടുക്കുന്നത് 6 വർഷം കഴിയുമ്പോൾ ആ ഫണ്ട് എന്ത് ചെയ്യണം? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അപ്പെക്സ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ തന്നെ നിക്ഷേപിക്കേണ്ടതുണ്ട്. അവർ അപ്പെക്സ് സൊസൈറ്റി എന്ത് ചെയ്യും? ഇത് ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? അത് അപ്പെക്സ് സൊസൈറ്റിയാണ്. ചോദിച്ച ചോദ്യമാണ് കേട്ടോ.
അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അപ്പെക്സ് സൊസൈറ്റിയാണ്. കാരണം അപ്പെക്സ് സൊസൈറ്റിയല്ലേ അത് സൂക്ഷിക്കുന്നത്. പിന്നെ അത് ആരിൽ നിന്നാണ് ആ പണം ലഭിക്കുന്നത്? അത് ഗവൺമെൻറ്റിൽ നിന്നാണ്. അതിൻ്റെ സെക്ഷൻ എത്രയാണ്? 44 ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത സെക്ഷനാണ് 45. സെക്ഷൻ 45 സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്നാണ് അതിന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത് തന്നെയാണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കുന്നത് പോലെ തന്നെയാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും രൂപീകരിക്കുന്നത്. അവിടെ അപ്പെക്സ് രൂപീകരിക്കുന്നു, ഇവിടെ സെൻട്രൽ സൊസൈറ്റികൾ രൂപീകരിക്കുന്നു എന്ന് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത്. അഥവാ ഗവൺമെൻറ് അപ്പെക്സ് സൊസൈറ്റിക്ക് ഫണ്ട് കൊടുക്കുന്നു. അവരത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന പേരിൽ രൂപീകരിച്ച് അവർ സെൻട്രൽ സൊസൈറ്റികളുടെ ഷെയർ എടുക്കുന്നുണ്ട്. അതുപോലെ സെൻട്രൽ സൊസൈറ്റികൾക്കും അവർ കുറച്ച് ഫണ്ട് കൊടുക്കും. എന്തിന്? അതിന് കീഴിൽ വരുന്ന സൊസൈറ്റികളുടെ ഷെയർ എടുക്കാൻ വേണ്ടി. അവിടെയാണ് സെൻട്രൽ സൊസൈറ്റി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന ഫണ്ട് രൂപീകരിക്കുന്നത്. ആരുടെ ഫണ്ട് ഉപയോഗിച്ച്? അപ്പെക്സ് സൊസൈറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച്. അപ്പെക്സ് സൊസൈറ്റിക്ക് എവിടെ നിന്ന് കിട്ടി? ഗവൺമെൻറ്റിൽ നിന്ന്. ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അപ്പെക്സ് സൊസൈറ്റിക്ക് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കുന്നു. ആ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും അവരെന്ത് ചെയ്യും? സെൻട്രൽ സൊസൈറ്റിക്ക് കുറച്ച് നീക്കി വെക്കുന്നു. എന്തിന്? താഴെയുള്ള സൊസൈറ്റികളുടെ ഷെയർ എടുക്കാൻ വേണ്ടി. ആ സെൻട്രൽ സൊസൈറ്റി കിട്ടിയ അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് അവർ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന ഫണ്ട് രൂപീകരിക്കുന്നു. ഇവിടെ കസ്റ്റോഡിയനായിട്ട് വരുന്നത് ആരാണ്? അത് സെൻട്രൽ സൊസൈറ്റിയാണ്. അവർക്ക് ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ഈ സെൻട്രൽ സൊസൈറ്റിക്ക് അതിൻ്റെ താഴെയുള്ള സൊസൈറ്റികളുടെ ഷെയർ എടുക്കണമെങ്കിലും മുകളിൽ നിന്നുള്ള നിർദ്ദേശം വേണം. അഥവാ അപ്പെക്സ് സൊസൈറ്റിയുടെ നിർദ്ദേശം വേണം. അപ്പെക്സ് സൊസൈറ്റിക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള നിർദ്ദേശം വേണം. അഥവാ ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം ഇവിടെയും വരുന്നുണ്ട്, പക്ഷേ അപ്പെക്സ് സൊസൈറ്റിയിലൂടെയാണെന്ന് മാത്രം. അപ്പോൾ ഇതാണ് സെക്ഷൻ 43 പറഞ്ഞിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സർക്കാരിൻ്റെ സഹായം എന്ന് പറയുന്നത്. അടുത്ത സെക്ഷൻ 46 അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നതാണ് 46ാമത്തെ സെക്ഷൻ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെയും സബ്സിഡിയറി പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെയും യഥാർത്ഥ അവകാശി ഗവൺമെൻറ്റാണെന്ന്. ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് കൊണ്ടാണ് അപ്പെക്സ് സൊസൈറ്റി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉണ്ടാക്കുന്നതും ആ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ ബലത്തിലാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സെൻട്രൽ സൊസൈറ്റികൾ ഉണ്ടാക്കുന്നതും. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് സർക്കാരാണ്. ഈ ഫണ്ട് ഉപയോഗിച്ച് ഷെയറുകൾ വാങ്ങിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ പെർമിഷൻ കൂടി വാങ്ങിയിരിക്കണം. ഇതാണ് സെക്ഷൻ 46 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 47 ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സർട്ടൻ ഷെയർസ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് സർക്കാർ ഒരു സംഘത്തിൻ്റെ ഷെയർസ് അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണെങ്കിലും സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം, നഷ്ടങ്ങളുടെ മൊത്തം ഉത്തരവാദിത്വം, ലയബിലിറ്റിയുടെ മൊത്തം ഉത്തരവാദിത്വം സർക്കാരിന് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. സർക്കാർ എത്ര ഷെയർസാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ മാത്രം ഉത്തരവാദിത്വം സർക്കാർ അറിഞ്ഞാൽ മതി. അതാണ് ഈ സെക്ഷൻ കൊണ്ട് പറയുന്നത്. ഇനി അടുത്ത സെക്ഷനാണ് സെക്ഷൻ 48 റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. നമ്മൾ നേരത്തെ സർക്കാർ കൂടുതൽ ബാധ്യതകളൊന്നും ഏറ്റെടുക്കില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ലാഭമുള്ളൊരു സൊസൈറ്റിയാണ്, അതിൽ നിന്ന് കൂടുതൽ ഡിവിഡൻഡ് ചോദിക്കാനൊന്നും സർക്കാരിന് അവകാശമില്ല. എല്ലാവർക്കും എത്രയാണോ ഷെയർ എടുത്ത ആളുകൾക്കൊക്കെ എത്രയാണോ ഡിവിഡൻഡ് കിട്ടുന്നത് അതേ നിരക്ക് മാത്രമാണ് സർക്കാരിന് നൽകാൻ കഴിയുക. ഇതാണ് സെക്ഷൻ 48 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത 49ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇൻഡംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. അഥവാ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് അപ്പെക്സ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രിൻസിപ്പൽ സൊസൈറ്റി പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്തിനാണ്? സെൻട്രൽ സൊസൈറ്റികളുടെ ഷെയറുകൾ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ആ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് സെൻട്രൽ സൊസൈറ്റികൾ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് പ്രൈമറി സൊസൈറ്റികളുടെ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ സെക്ഷൻ 46 ഷെയറുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സർക്കാരിൻ്റെ പെർമിഷൻ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പെർമിഷൻ വാങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അപ്പെക്സ് സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റി ഷെയറുകൾ വാങ്ങുന്നത്. അങ്ങനെ ഷെയർ വാങ്ങുകയും ആരുടെ ഷെയറാണോ വാങ്ങിയത് ആ സൊസൈറ്റി തകരുകയാണെങ്കിൽ അതിൻ്റെ കുറ്റം ഈ അപ്പെക്സ് സൊസൈറ്റിക്കോ സെൻട്രൽ സൊസൈറ്റിക്കോ മേൽ വെച്ച് കെട്ടാൻ പാടില്ലെന്നാണ്
ഈ സെക്ഷനിൽ പറയുന്നത്. ഇനി 80ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് ETC. നമ്മൾ നേരത്തെ സെക്ഷൻ 48 പറഞ്ഞു, സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഷെയറുകൾ വാങ്ങിക്കുമ്പോൾ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ലഭിക്കുന്നത് പോലത്തെ ഡിവിഡൻഡ് മാത്രമേ ഇവർക്കും ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടുന്ന ഡിവിഡൻഡ് എന്ത് കാട്ടണം എന്നാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 50 പറയുന്നത്. അഥവാ അപ്പെക്സ് സൊസൈറ്റി ഗവൺമെൻറ്റിന് വേണ്ടി ഡിസ്ട്രിക്ട് ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സൊസൈറ്റിയിൽ നിന്നോ ഷെയർ എടുക്കുന്നു. ആ ഷെയർ എടുക്കുന്ന സമയത്ത് അതിന് കിട്ടുന്ന ഡിവിഡൻഡ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. കാരണം ആ ഷെയർ എടുക്കുന്നത് ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ ഷെയർ എടുക്കുന്നത്. അപ്പോൾ ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ ഷെയർ വാങ്ങിയത് അതേ ഫണ്ടിലേക്കാണ് അതിൻ്റെ ഡിവിഡൻഡും നിക്ഷേപിക്കേണ്ടത്. ഇനി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അപ്പെക്സ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൈമറി സൊസൈറ്റികളുടെ ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ വാങ്ങിയത്? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് തന്നെ ഈ പ്രൈമറി സൊസൈറ്റികളിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിക്ഷേപിക്കാൻ. അഥവാ ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ വാങ്ങി അതിലേക്ക് തന്നെയാണ് ഇതിൻ്റെ ഡിവിഡൻഡും അടക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത്. ഇനി അടുത്ത സെക്ഷനാണ് സെക്ഷൻ 51, ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അപ്പെക്സ് സൊസൈറ്റി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉണ്ടാക്കി, അതുപോലെ സെൻട്രൽ സൊസൈറ്റി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കെ അവ വൈൻഡിങ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ കിട്ടിയ ഫണ്ട് എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഈ സെക്ഷനിലൂടെ നമ്മൾ നോക്കുന്നത്. അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അപ്പെക്സ് സൊസൈറ്റിയാണ് വൈൻഡിങ് അപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സർക്കാരിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. കാരണം സർക്കാരാണ് അവർക്ക് ആ ഫണ്ട് കൊടുത്തിട്ടുള്ളത്, ഇതൊരു ധനസഹായമാണ്. അപ്പോൾ അത് അവരിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ഇനി സെൻട്രൽ സൊസൈറ്റിയാണ് വൈൻഡിങ് അപ്പ് ചെയ്യുന്നതെങ്കിൽ അവർ രൂപീകരിച്ചിട്ടുള്ള സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് അത് അപ്പെക്സ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ഈ സെൻട്രൽ സൊസൈറ്റിയും എന്ത് ചെയ്യണം? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എവിടെ നിന്നാണോ കിട്ടിയത്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന്, അവിടേക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് സെക്ഷൻ 51 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 52, എഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണെങ്കിലും സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ പണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പണമാണ്. അപ്പോൾ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഈ അപ്പെക്സ് സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റിക്കും സഹായം കൊടുക്കുന്ന സമയത്ത് അതിനൊരു എഗ്രിമെൻറ്റ് വെക്കും. ആ എഗ്രിമെൻറ്റിൻ്റെ കാര്യമാണ് സെക്ഷൻ 52 പറയുന്നത്. ഇപ്പോൾ അപ്പെക്സ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണെങ്കിൽ അവിടെ സർക്കാരും അപ്പെക്സ് സൊസൈറ്റിയും തമ്മിലാണ് എഗ്രിമെൻറ്റ് വെക്കുന്നത്. ഇനി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണെങ്കിൽ നമുക്കറിയാം, സർക്കാർ അപ്പെക്സ് സൊസൈറ്റി കൊടുക്കുന്നു, അപ്പെക്സ് സൊസൈറ്റി തങ്ങളുടെ കൈവശം കിട്ടിയുള്ള ഫണ്ട് ഉപയോഗിച്ച് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നു. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റിയും തമ്മിലാണ് എഗ്രിമെൻറ്റ് വെക്കുന്നത്. അപ്പോൾ അതെല്ലാം നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? സർക്കാരായിരിക്കും. അതാണ് എഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസ് എന്ന് പറയുന്ന സെക്ഷൻ 52 പറയുന്നത്. ഇനി അടുത്ത സെക്ഷനാണ് സെക്ഷൻ 53, അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ സെക്ഷൻ 42 മുതൽ പറഞ്ഞു തുടങ്ങി. അത് 52 വരെയും പറയുന്നത് സർക്കാരിൻ്റെ സഹായം, ഷെയർ എടുത്തിട്ടും മറ്റുള്ളവരെ കൊണ്ട് ഷെയർ എടുപ്പിച്ചിട്ടുള്ള സഹായങ്ങൾ, അതിൻ്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നാൽ 53 പറയുന്നത്, നമുക്കറിയാം സർക്കാർ സബ്സിഡി തരാറുണ്ട്, അത് സർക്കാരിൻ്റെ സഹായമാണോ? ആണ്. അതുപോലെ ലോൺ തരാറുണ്ട്, അതുപോലെ ഗ്യാരണ്ടി നിൽക്കാറുണ്ട് ലോണിന്, ഡിബഞ്ചറിന് ലോണിനും ഗ്യാരണ്ടി നിൽക്കാറുണ്ട്. ഇതൊക്കെ സർക്കാരിൻ്റെ സഹായമാണ്. അപ്പോൾ മറ്റ് സഹായങ്ങളെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 53 എന്ന് പറയുന്നത്. 52 വരെയും പറയുന്നത് ഷെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 54, പ്രൊവിഷൻ ഓഫ് സെക്ഷൻസ് 42 to 43, ഓവർ റൈഡ് അതർ ലോസ്. ഈ സെക്ഷനിൽ പറയുന്നത് മറ്റ് നിയമങ്ങളുടെ ക്ലോസുകളൊന്നും ഇതിലേക്ക് കടന്നു വരരുത് എന്നുള്ളത് മാത്രമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു സെക്ഷനാണ്.
അപ്പോൾ ഇതോടുകൂടി സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ സബ്ജക്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ഡൗട്ടുകളൊക്കെ അറിയിക്കുക. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അതല്ലെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.